ഹായ്. സന്തോഷമായിരിക്കുന്നവർക്കും സങ്കടമായിരിക്കുന്നവർക്കും അസുഖമായിരിക്കുന്നവർക്കും അസുഖമില്ലാതിരിക്കുന്നു പണിയില്ലാതിരിക്കുന്നവർക്കും പണിയുള്ളവർക്കും ബൈഹാർട്ട് പഠിച്ചിട്ട് വന്നതാ ഒരു ഇൻട്രോക്ക് നല്ലൊരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സന്തോഷമില്ലാത്തവർക്കും സങ്കടമില്ലാത്തവർക്കും ഇനി പോയി മതി അത് വിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ നടക്കൂല. പിന്നെ എങ്ങനെ പോകണം? നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് എത്താം. എന്ത് അണ്ടർസ്റ്റാൻഡിങ്? ഞാൻ പിക്ചർ പറയും, നീ സൗണ്ട് പറയും, അങ്ങനെ നമുക്ക് മാറി മാറി പറയാം. എന്ത് പറയുന്നു? അത് ശരിയാവില്ല. അപ്പോൾ നിനക്ക് 3 പ്രാവശ്യം പറയാൻ പറ്റും, എനിക്കാകെ 2 പ്രാവശ്യമേ പറ്റൂ. അത് തീരെ ശരിയാവില്ല. ഒന്ന് സമ്മതിക്കടാ, സമയം പോകുന്ന അതുകൊണ്ടാ. ഓക്കെ, ജനങ്ങളുടെ സമയം ഞാൻ കണക്കെടുത്തുന്നില്ല. ഓക്കെ ഇല്ലല്ലേ? ഓക്കെ ഓക്കെ സെറ്റ്. ഇപ്പോൾ പിക്ചർ 4K പ്രോസസ്സർ X1 എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സർ വരുന്നുണ്ട്. ഈ പ്രോസസ്സറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഏത് വീഡിയോ HD ആണോ അല്ലെങ്കിൽ 2K ആണോ അത് നമുക്ക് റിഫൈൻ ചെയ്ത് അഥവാ അത് നമുക്ക് ഷാർപ്പൻ ചെയ്തിട്ട് അത് അപ്സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് 4Kൻ്റെ ലെവലിലേക്ക് എത്തിച്ചിട്ട് നമുക്കത് ഡെലിവറി ചെയ്യുന്നതാണ് ഈ പ്രോസസ്സറിൻ്റെ ഗുണം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കളർ എക്സ്പാൻഡിങ് കഴിവുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം കാണുന്ന പിക്ചറിന് കളർ വളരെ കുറവാണെങ്കിൽ ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യും കളർ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 4KX റിയാലിറ്റി പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സോണിൻ്റെ ഒരു ടെക്നോളജിയാണ്. അതൊരു യൂണീക്ക് ഡാറ്റാ ബേസ് ആണ്. കൂടുതൽ ക്ലാരിറ്റി ഉള്ളതും റിഫൈനിങ് ആയിട്ടുള്ള വീഡിയോസും തന്ന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. മോഷൻ ഫ്ലോ XR എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നോളജി ഉണ്ട് സോണി ഡെവലപ്പ് ചെയ്ത. നമ്മൾ ഏതെങ്കിലും ആക്ഷൻ സീക്വൻസ് കാണാം അല്ലെങ്കിൽ ഭയങ്കര സ്പീഡായിട്ടുള്ള എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറേ ഫ്രെയിം ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഒറിജിനൽ വീഡിയോയിൽ ഇത് ആഡ് ചെയ്ത് നമുക്കത് സ്മൂത്താക്കി തരും. 1 സെക്കൻഡിൽ തന്നെ കുറേ ഫ്രെയിം ആകുമ്പോൾ നമുക്കത് നല്ല സ്മൂത്തായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഇനി അടുത്തത് സൗണ്ടാണ്. സൗണ്ടിലേക്ക് നമുക്ക് പോവാം, അത് പിന്നെ പറയും. പറ. അടുത്തത് സൗണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിയർ ഫേസ് ടെക്നോളജിയാണ്. അൺഇവൻ ഫ്രീക്വൻസീസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നല്ല ക്ലിയർ, ബാലൻസ്ഡ് ആൻഡ് ആക്യുറേറ്റ് സൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. താങ്ക് യു. മനസ്സിലായോടെ? ഇങ്ങനെ പറയണം. യെസ്, വെൽ ഡൺ. ഇനി പറയാനുള്ളത് ഗെയിമിംഗ് ഫീച്ചേഴ്സിലാണ്. ഗെയിമിംഗ് ഫീച്ചേഴ്സിന് എന്ന് വെച്ചാൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിൽ. ഒന്നെന്ന് വെച്ചാൽ ഓട്ടോ HDR ടോൺ മാപ്പിംഗ് എന്നും രണ്ടാമത്തത് ഓട്ടോ ജെൻഡർ പിക്ചർ മോഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഓട്ടോ HDR ടോൺ മാപ്പിംഗ് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ്ലി ഒപ്റ്റിമൈസ് ദ HD സെറ്റിങ്സ്. അത് ഓട്ടോ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ കണ്ടുപിടിച്ച് ഓട്ടോ ആയിട്ട് ഇത് ഗെയിമാണ്. അപ്പോൾ ഇതിന് ഇത്രയും ഇത് വേണം, സെറ്റിങ്സ് വേണമെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഓട്ടോ HDR ടോൺ മാപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ജെൻഡർ പിക്ചർ മോഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗെയിം മോഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും സ്റ്റാൻഡേർഡ് മോഡിലേക്ക്. അതാണ് ആ സംഭവം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഗെയിം മോഡിലേക്കും അതേപോലെ നമ്മൾ മൂവീസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡിലേക്കും ഈ TV പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് കളിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്തോളും. അതാണ് ഈ ഗെയിമിംഗ് ഫീച്ചേഴ്സിൽ വരുന്ന 2 വലിയ ഫീച്ചേഴ്സ്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് സ്മാർട്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യം ഇപ്പം പിന്നെ പറയും. സ്മാർട്ട് ഫീച്ചേഴ്സ് ആണെങ്കിൽ എനിക്ക് പറയാനില്ലൊന്നും, അത് വേറെ പോവാ. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫീച്ചേഴ്സ് കണ്ടുവച്ച് തരാം. ഇതാണ് റിമോട്ട്. ഈ റിമോട്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഡസ്റ്റോ അതേപോലെ ഡേർട്ടൊന്നും ആവില്ല. പെട്ടെന്ന് നമുക്കൊരു തുണിനെ കൊണ്ട് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് വരുന്നുണ്ട്, പോളിയുറേത്തീൻ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിങ് വരുന്നുണ്ട്. ഇതാണ് റിമോട്ട്. TV ഓണാക്കുകയാണ്. ഗൂഗിൾ TV അതാണ് ഇതിൻ്റെ ട്യൂമിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. എല്ലാ ആപ്പും ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് TV ആണ്, ഗൂഗിൾ TV ആണ്. സോ നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിലും കയറ്റാം. ഇതിൻ്റെ ക്ലാരിറ്റി നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ഇതിൻ്റെ സ്പീഡിലാണ് നമുക്ക് 4K-ലാക്കുന്നതാണ്. 4K-ലാക്കി ഇങ്ങനെ കണ്ടു നോക്കിക്കോ. ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും. ഇതും ഉണ്ടാവില്ല, ലാഗും ഉണ്ട്. ഹോൾഡ് ചെയ്തിട്ട് സംസാരിച്ചാൽ നമുക്ക് അതെല്ലാം കമ്പ്യൂട്ടറിലുള്ളതാണ്. ഇതാണ് പ്രശ്നം വരുന്നത്. പ്ലസ് ഹോൾഡ് ഡൗൺ ആൻഡ് വോളിയം ഡൗൺ. എന്നിട്ട് നമ്മളത് കണക്ട് ചെയ്താൽ നമുക്ക് പറയുന്നത് വെച്ച് തരും.
പിന്നെ ഇത് സിറിയായിട്ട് കണക്ട് ചെയ്യാം, അലക്സയായിട്ട് കണക്ട് ചെയ്യാം. ഓരോ സെറ്റിങ്സിൽ ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് മാറ്റാം, നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ഉണ്ട്, അതിനെല്ലാം കണക്ട് ചെയ്യാം, അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാം, പ്രൈവസി സെറ്റിങ്സ് ഉണ്ട്, ആപ്സുകളുണ്ട്, ബ്ലൂടൂത്തും ഉണ്ട്, കണക്ടിവിറ്റി എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് സെറ്റിങ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഫീച്ചേഴ്സിലേക്ക് പോകാം. ഓക്കെ, ഇനി ഡിസൈനിൽ വലിയ പറയാനൊന്നുമില്ല, കാരണം ടി വി കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ബെസൽ സൈഡ് കുറവാണ് ടി വിക്ക്, സ്ക്രീന് തന്നെയാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അവർ ഫോക്കസ് ചെയ്തതും ആ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വലിയൊരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം നമ്മളെ പിന്നിൻ്റെയും എൻ്റെയും യൂട്യൂബ് ചാനൽ കണ്ടതിന് സന്തോഷം. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.